സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കില്ലെന്ന് കേരള തണ്ടാൻ മഹാസഭ. ദേവസ്വം ബോർഡ് നടപടി പ്രതിഷേധാർഹമെന്നും ജനറൽ സെക്രട്ടറി ജി വരദരാജൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. വനിതാ മതിൽ തീർത്ത സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആചാര സംരക്ഷണം എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല. സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്നും കേരള തണ്ടാൻ മഹാസഭ വ്യക്തമാക്കുന്നു. എം മനോജ് നൽകും കൂടുതൽ വിവരങ്ങൾ. മനോജ്, എന്തൊക്കെയാണ് പ്രസ്താവനയിലൂടെ പറയുന്നത്? സെപ്റ്റംബർ 20 നടക്കുന്ന, അതായത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതും അതിൽ തന്നെ പ്രതിഷേധവും അറിയിച്ചുകൊണ്ടാണ് ഈ കേരള തണ്ടാൻ മഹാസഭ ഈ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഈ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജി വരദരാജനാണ് ഈ പ്രസ്താവന നൽകിയിട്ടുള്ളത്. അതായത് ഈ സംഗമം രാഷ്ട്രീയ മുക്തമാക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ സംഗമത്തിന്റെ ശുദ്ധി വ്യക്തമാക്കണമെന്നും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് നവോത്ഥാന പരിപാടി എന്ന് പറഞ്ഞ് വനിതാ മതിൽ തീർത്ത ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആചാര സംരക്ഷണത്തിന്റെ പേരിൽ സംഗമം നടത്തുന്നതിന്റെ ഉദ്ദേശശുദ്ധിയാണ് വ്യക്തമാവാത്തത്. അത് കൃത്യമായും ഈ അവർണ വിഭാഗത്തിൽ നിന്നും പൂജാവിധികൾ പഠിച്ചവനെ ഈ ദേവസ്വം ബോർഡിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ മേൽശാന്തി നിയമനം ഇപ്പോഴും നിഷിദ്ധമാണെന്നും ഇവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ KPMSന്റെ ഒരു വിഭാഗം മാത്രം പിന്തുണ നൽകുന്നു. ആ സമയം ഈ കേരള തണ്ടാൻ മഹാസഭ ഒരിക്കലും പിന്തുണ നൽകുകയില്ല എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ പട്ടികജാതി പിന്നോക്ക സമുദായ സംഘടനകളെ ഒഴിവാക്കിയും അതോടൊപ്പം തന്നെ ഈ സംഗമത്തിന്റെ ഉദ്ദേശ ശുദ്ധിയിൽ സംശയമുള്ളതിനാലുമാണ് ഇത്തരത്തിൽ സഹകരണമില്ല എന്നുള്ള കാര്യം ഈ കേരള തണ്ടാൻ മഹാസഭ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ടാണ് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം സർക്കാർ സംഘടിപ്പിക്കുന്നത്. അതിന് തന്നെ CPMന്റെ നേതാക്കളടക്കം അതിൽ പ്രതികരിക്കുമ്പോൾ മനസ്സിലാകും എന്ത് തരത്തിലുള്ള ഒരു സംഗമമാണ് എന്നുള്ളത്. അതായത് വിശ്വാസികൾക്ക് വേണ്ടിയാണോ അതോ വരുമാനത്തിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്നുള്ളതും